ഹായ്, ആദ്യം തന്നെ എല്ലാവർക്കും എൻ്റെ തിരുവാതിര ആശംസകൾ. ഇന്ന് ധനുമാസത്തിലെ തിരുവാതിരയാണ്. എത്ര പേർക്ക് ഇതിൻ്റെ ഐതിഹ്യവും അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളും അറിയാമെന്ന് അറിയില്ല. ഞാൻ ഇന്ന് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ധനുമാസത്തിലെ തിരുവാതിര പരമശിവൻ്റെ, അതായത് മഹാദേവൻ്റെ തിരുനാൾ, അതായത് പിറന്നാളായിട്ടാണ് നമ്മൾ ആ ഒരു ഐതിഹ്യം കണക്കാക്കുന്നത്. അതേപോലെ തന്നെ മഹാദേവൻ്റെയും പാർവതി ദേവിയുടെ വിവാഹം നടന്നതും ഈ ധനുമാസത്തിലെ തിരുവാതിരയിലാണെന്നാണ് ഐതിഹ്യം പറയുന്നത്. പാർവതി ദേവി വ്രതമൊക്കെ നോറ്റ് മഹാദേവനെ കിട്ടാനായിട്ട് ശ്രീപാർവതി വ്രതമെല്ലാം നോറ്റ് മഹാദേവനെ കിട്ടിയ ആ ഒരു സന്തോഷത്തിൽ വനത്തിലൂടെ ആടിയും പാടിയും നദിയിലൂടെ നീന്തിയും പിന്നെ എന്താ പറയുക നൃത്തമൊക്കെ ആടി ഈ തിരുവാതിരപ്പാട്ടൊക്കെ പാടി അങ്ങനെ ഒരു ഐതിഹ്യമുണ്ട്. അതേപോലെയാണ് നമ്മുടെ നാട്ടിലും കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ അവരുടെ ഭർത്താക്കന്മാരുടെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടി നോമ്പെല്ലാം നോറ്റ് അരിയാഹാരമൊന്നും കഴിക്കാതെ ഈ ഒരു തിരുവാതിര ദിനം വളരെ ഭംഗിയായി കൊണ്ടുപോകുന്നു. അതുപോലെ തന്നെ കന്യകയായ സ്ത്രീകൾ, വിവാഹം കഴിക്കാത്ത സ്ത്രീകൾ അവർക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടാൻ വേണ്ടിയിട്ട് നോമ്പ് നോക്കുന്നു. ഇപ്പം കുഞ്ഞു കുട്ടികൾ വരെ നോമ്പ് നോക്കുന്നു എന്നല്ല, തിരുവാതിര കളിക്കാറുണ്ട്. അതുപോലെ തന്നെ പുരുഷന്മാരും തിരുവാതിരയിൽ പങ്കെടുക്കാറുണ്ട്. അവരുടെ ഭാര്യമാർ കളിക്കുവാണെങ്കിൽ വന്ന് കാണാനായിട്ടും അങ്ങനെയെല്ലാം നമ്മുടെ നാട്ടിലുണ്ട്. ഈ തിരുവാതിര എന്ന് പറയുന്നത് സാധാ ദിവസത്തിൽ നിന്നും ഒരു വ്യത്യസ്തമായൊരു ദിവസമാണ് അല്ലേ. സാധാ ദിവസം എന്ന് പറഞ്ഞാൽ നമ്മൾ ചോറ് കഴിക്കും, കറി കഴിക്കും, അല്ലെങ്കിൽ വൈകിട്ട് കഴിക്കും. ഇന്നത്തെ ദിവസം എന്ന് പറയുമ്പം നോമ്പെടുക്കുന്നവർ അരിയാഹാരമൊന്നും കഴിക്കത്തില്ല, പുഴുക്ക് കഴിക്കും. ഇതിന് പുഴുക്കൊക്കെ ഉണ്ടാക്കും, തിരുവാതിര പുഴുക്ക്. പിന്നെ തിരുവാതിര പാട്ട് പാടും. നല്ല രസമാണ് ആക്ച്വലി ഈ ഒരു ദിവസം. മറ്റെല്ലാ ദിവസത്തേക്കാളും കുറച്ച് വേറിട്ട് നിൽക്കുന്ന ഒരു ദിവസമായിട്ട് ഇതിനെ മാറ്റുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് അതിനെ നല്ല രീതിയിൽ കാണിക്കാനായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പ് ശ്രമിക്കുന്നത്. അപ്പം എനിക്ക് ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് തിരുവാതിരയെ പറ്റി അറിയാവുന്നത്. കൂടുതൽ കാര്യം നമുക്ക് അമ്മൂമ്മയോട് ചോദിക്കാം. പ്രായമൊക്കെ ആയവരായതുകൊണ്ട് അവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാമായിരിക്കും. നമുക്ക് അമ്മൂമ്മയോട് ചോദിക്കാം. ഓക്കെ, അതെ അമ്മൂമ്മ വരുന്നത് നമുക്ക് ചോദിക്കാം. ചോദിക്കാനേ, തിരുവാതിരയെ പറ്റി എന്താ പറയാനുള്ളത്? ഇന്നത്തെ ദിവസത്തെ പറ്റി ആൾക്കാരോട് പറ. ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം ശിവന്റെ പിറന്നാളാണ്. ശിവൻ ജനിച്ച ദിവസം. അപ്പം അതിൽ തിരുവാതിര വ്രതം എടുക്കുന്ന ആൾക്കാർ സ്ത്രീകളാണ് വ്രതം എടുക്കുന്നത്. അവരെ ഭർത്താവിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും വേണ്ടിയിട്ട് പാർവതി ദേവി വെള്ളം പോലും കുടിക്കാതെ ആഹാരം കഴിക്കാതെ വ്രതമെടുത്തു വൈകിട്ട് തിരുവാതിര കളി പിന്നെ നോയമ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഭഗവാനെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. പിന്നെ ഈ നമ്മൾ തിരുവാതിര പുഴുക്ക് കിട്ടുമല്ലോ, അതെന്തുകൊണ്ടൊക്കെയാ? പിന്നെ തിരുവാതിരയുടെ പ്രാധാന്യം നോയമ്പെടുക്കുന്നവരെ ഉച്ചയ്ക്ക് ഗോതമ്പ് കൊണ്ട് കഞ്ഞി വെച്ചും പിന്നെ പുഴുക്ക് കഴിച്ചും ഒക്കെയാണ് വ്രതം വെട്ടുന്നത്. തിരുവാതിര പുഴുക്കെന്ന് പറയുന്നത് അതിനെ നമ്മുടെ നമ്മൾ കൃഷി ചെയ്യുന്ന സാധനം ഏത്തക്ക, പിന്നെ ചേന, ചേമ്പ്, കാച്ചിക്ക, കൂർക്ക, കിഴങ്ങ് ഇങ്ങനെയുള്ള സാധനങ്ങളായിട്ട് വൻപയറ് ഇതെല്ലാമായിട്ട് പുഴുക്കുണ്ടാക്കും. നല്ല ടേസ്റ്റ് ആട്ടോ, നല്ലൊരു അല്ലേ, നല്ല അതെ അത് നല്ലൊരു ആഹാരം, സമീകൃത ആഹാരമാണ്. എല്ലാ പച്ചക്കറികളെല്ലാം ചേരുന്നതാണ്. അത് കഴിക്കുന്നത് നമുക്ക് ശരീരത്തിന് നല്ല ക്ഷീണവും മാറും. പിന്നെ ഇങ്ങനെ ആൾക്കാർ പറയത്തില്ലേ ഉറങ്ങാൻ പാടില്ല? അത് ഉറങ്ങാൻ പാടില്ല. സ്ത്രീകൾ നോയമ്പെടുക്കുന്ന സ്ത്രീകളെ രാത്രി 12 മണി കഴിഞ്ഞ് ശിവക്ഷേത്രത്തിൽ പോയി അവിടുന്ന് കരിക്ക് നേദിച്ച് തരും. ആ കരിക്കും വെള്ളം കുടിച്ച് കഴിഞ്ഞാണ് പിന്നെ അന്നൊന്നും കഴിക്കുകയല്ല. വെള്ളം നേദിച്ച് കഴിക്കും. അത് ഉപവാസം എടുക്കുന്നവരെ. ഉപവാസം അല്ലാത്തവരെ ഉച്ചയ്ക്ക് പുഴുക്കോ കഞ്ഞിയോ കഞ്ഞിയോ ഒക്കെ കഴിക്കും. അത് നമ്മൾ ഉപവാസം എടുക്കുന്നവർ ആഹാരം ഒന്നും കഴിക്കുകയില്ല. നോയമ്പെല്ലാം കഴിഞ്ഞ് രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പം ശിവക്ഷേത്രത്തിൽ പ്രത്യേക പൂജയുണ്ട്. ആ ശിവരാത്രി പൂജ. ആ പൂജ കഴിയുമ്പം തിരുമേനിമാർ ആ കരിക്ക് ജപിച്ച് എല്ലാവർക്കും കൊടുക്കും. അന്നത്തെ ആ കരിക്കും വെള്ളം കുടിച്ചാണ് അവരുടെ നോയമ്പ് പൂർത്തിയായിരിക്കുന്നത്.
അപ്പൊ ഇതാണ് തിരുവാതിര. ഇതാണ് തിരുവാതിര. ഓക്കെ. അപ്പം നമുക്ക് കരയോത്തിലോട്ട് പോവാം. അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷം ഞാൻ നിങ്ങളോട് പറയുന്നതായിരിക്കും. തിരുവാതിര സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് എല്ലാവരും കൂടെ ചേർന്ന് ഉദ്ഘാടനം നടത്തി.
അമ്മ എങ്ങനെയുണ്ട്? അടിപൊളിയാണ് അടിപൊളിയാ എന്നാ സംഭവം? എന്തുവാ ഇങ്ങനെ എടുത്തിട്ട് നമ്മള് ഹലോ, അപ്പം ഞാൻ തിരുവാതിരയൊക്കെ കഴിഞ്ഞ് ഇതേ വീട്ടിലെത്തി. നല്ല രസമുണ്ടായിരുന്നു. എല്ലാവരും തിരുവാതിര കളിച്ചു. ഞാനും ചെറിയൊരു പോഷൻ കളിച്ചു. തിരുവാതിര പുഴുക്കൊക്കെ കഴിച്ചു. ഇപ്പോൾ ഇതേ വീട്ടിലെത്തി. എല്ലായിടത്തും പല സ്ഥലങ്ങളിൽ പല ആചാരങ്ങളായിരിക്കും. അപ്പം നമ്മുടെ ഇവിടെ നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പോലെ തിരുവാതിര പുഴുക്കുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഇവിടെ തിരുവാതിര കളിച്ചു, തിരുവാതിര പാട്ട് പാടി. ഇതൊക്കെയാണ് ഇവിടെ നമ്മുടെ ഈ ഒരു ഏരിയയിലുള്ള കാര്യങ്ങൾ. ഞാൻ ദേ സെറ്റും കൊണ്ടുപോയി കൊടുത്തിട്ടാണ് പോയത്. എനിക്കും കളിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ ഒരു ഏജിലുള്ള ആരുമില്ല, നമ്മയുടെ ഫ്രണ്ട്സും എല്ലാവരും ആയിരുന്നു. പക്ഷെ ഞാൻ എൻജോയ് ചെയ്തു. കാരണം എപ്പോഴും ഉള്ളൊരു സംഭവമല്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് വേറൊരു സ്ഥലത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും ഇത് മിസ് ചെയ്യും. ഇതിൻ്റെ ആ ഒരു പഴമയും എല്ലാവരും കൂടെ ഉള്ള എല്ലാവരും തിരുവാതിര കളിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു ഇന്ന് ശരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ. സോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്.